ശംസുലമ മയ്യത്തിനെ ഹയാത്താക്കി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഇടക്കര പ്രസംഗം, അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. അങ്ങനെ സംഭവം ഇല്ലാത്തൊരു കാര്യം എന്തിനാ വെച്ച് കിട്ടുന്നത്? ഉള്ളതിന്റെ ധാരാളം പറയാനുണ്ട്. അപ്പൊ ഈ അതിശയോക്തികൾ കടന്നുകൂടുന്നുണ്ട് എന്നുള്ളത് ആ ഒരു ഷിയായിസം, അത് നമ്മൾ കടന്നുകൂടുമ്പോൾ കൂടുതൽ വിമർശനം വരും. സൂക്ഷ്മമായി ഉള്ളത് പ്രസംഗിച്ചാൽ തന്നെ അഹ്ലുസുന്നത്തിൽ ജമാഅത്ത് സ്ഥാപിക്കാൻ എത്രയോ ഉദാഹരണങ്ങൾ നമ്മളുണ്ട്. അവരുടെയൊക്കെ ജീവിതം പറഞ്ഞാൽ മതി. ഇപ്പം നമ്മുടെ പഴയ നേതാക്കളെ നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ അവരെ കണ്ടവർ രേഖപ്പെടുത്തി വെച്ച രേഖ ഉണ്ടല്ലോ, ഇഷ്ടംപോലെ സ്മരണികകൾ. അതിൽ അത്രയും ഉത്തരവാദപ്പെട്ട ആളുകളിൽ നമ്മൾ കേൾക്കണം. നമുക്കൊരു വിശ്വാസയോഗ്യമായ വാക്കുകൾ അവർ പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ അതാണല്ലോ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ എന്നോടൊരു മഹലിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട ആൾ, ഞാനത് പങ്കുവെക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ആ നാട്ടിൽ കേട്ടാൽ ചിലപ്പോൾ പ്രശ്നങ്ങളാവും. സാദിഖ് ഉസ്താദിനെ കുറിച്ച് നമുക്കറിയാലോ. അദ്ദേഹം ഒരു മസലയത്ത് ചർച്ചയിൽ ചെന്നു. ഞാനിത് എന്നോട് ആര് പറഞ്ഞൊന്ന് കൃത്യമായി ഞാൻ നിങ്ങൾക്ക് 4 ആളെ പേര് പറഞ്ഞുതരും, പക്ഷേ പരസ്യമായിട്ട് ഞാൻ പറയുന്നില്ല. അദ്ദേഹം മസലയത്ത് ചർച്ചയിൽ ചെന്നപ്പോൾ ആ പ്രദേശത്തെ ഇദ്ദേഹം വളരെ വിശദമായി വിശദീകരിക്കുമ്പോൾ ഒരാൾ വിദേശത്ത് നിന്ന് വന്നൊരു ചെറുപ്പക്കാരനാണ്, അദ്ദേഹത്തെ ഗണ്ഡിച്ചു, എന്തൊക്കെ ദേഷ്യം പിടിച്ചു, കുറച്ച് ഒരു അനാദരവിൽ പെരുമാറി. ഉസ്താദ് സാധാരണഗതിയിൽ സാദിഖ് ഉസ്താദ് ക്ഷോഭിക്കുന്ന ഒരാളാണ് പെട്ടെന്ന്. പക്ഷെ എന്തോ അറിയില്ല, അദ്ദേഹം ഒന്നും ക്ഷോഭിച്ചില്ല. അദ്ദേഹം അവനെ പറയാൻ അനുവദിച്ച് അദ്ദേഹം അവിടെ ഇരുന്നു. അവിടെ ഉണ്ടായിരുന്ന 2 പ്രമുഖ പണ്ഡിതന്മാരോട് ഈ കുട്ടിക്ക് എന്തോ സോക്കുണ്ടോ എന്ന് ചോദിച്ചു. അത്രേ ചോദിച്ചുള്ളൂ. ഓർമ്മ ഉണ്ടോ തോന്നുന്നുണ്ട്, എന്താണ് എന്നും പറയരുത്, ചോദിച്ചു. ഏതാനും ദിവസങ്ങൾക്കകം ഇയാൾ മരണപ്പെട്ടു. ഈ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. പെട്ടെന്ന് രക്തം മൂക്കിലൂടെ വന്ന് അയാൾ മരണപ്പെട്ടു. നമ്മൾ പറയുമ്പോൾ ആ പ്രദേശത്തെ ആളുകൾക്ക് ഒരു വിഷമം, അതുകൊണ്ടാണ്. അതായത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് സാദിഖ് ഉസ്താദ് ചൂടായില്ല?